എല്ലാവർക്കും നമസ്കാരം. ഇതൊരു പഴയ അസംബിൾ ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഇതിൻ്റെ റീവർക്കാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് പാനൽ നോക്കാം. ഇതിൻ്റെ ഡയൽ ഡാമേജ് ആണ്, ഡയൽ ചേഞ്ച് ചെയ്യണം. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള മെക്കാനിസം എന്ന് പറയുന്നത് എല്ലിൻ്റെ മെക്കാനിസമാണ്. വർക്കിംഗ് കണ്ടീഷനാണ്. നമ്മളിപ്പോൾ മെക്കാനിസം എല്ലാം ഒന്നും ചെയ്യുന്നില്ല, മെക്കാനിസം ചേഞ്ച് ചെയ്യുന്നില്ല, ബാക്കിയെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരുന്ന കൺട്രോളെല്ലാം സിംഗിൾ വോളിയം കൺട്രോളാണ്. വോളിയത്തിന് ലെഫ്റ്റ് റൈറ്റ് സെപ്പറേറ്റ്, അതേപോലെ ബേസ് ട്രിബിൾ. ഈ കാണുന്ന സ്വിച്ച് ടോഗിൾ സ്വിച്ചാണ്. ഒന്ന് ഓക്സിലറി ആണ്, ഒന്ന് FM അല്ലെങ്കിൽ ഓക്സ് സെലക്ട് ചെയ്യാനുള്ളത്. രണ്ടാമത്തെ ലൗഡ്നെസ് ആണ്, ലൗഡ്നെസ് ഓൺ ഓഫ്. ഈ കാണുന്നത് ഇതിൻ്റെ അനലോഗ് ബീം മീറ്ററാണ്. അതുകൂടാതെ ഇതിൽ LED ബീം മീറ്ററും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉൾവശം നോക്കാം. ഇതിൽ ഏതൊക്കെ ബോർഡാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് നോക്കാം. നമുക്കിതിൻ്റെ മെക്കാനിസം തൊട്ട് തുടങ്ങാം. ഇതിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന മെക്കാനിസം എന്ന് പറയുന്നത് എല്ലിൻ്റെ മെക്കാനിസമാണ്. ഈ കാണുന്നതിൻ്റെ പ്രീ ആംപ്ലിഫയർ ബോർഡാണ്. ഇത് FM ബോർഡ്. ഈ കാണുന്നതിൻ്റെ ടോൺ കൺട്രോളാണ്. ഹൈടെക്കിൻ്റെ ബ്രാൻഡ് ഇറക്കിയ ടോൺ കൺട്രോളാണ്. ഇതിൽ വരുന്ന വോളിയം, ബാലൻസ്, ബേസ്, ട്രിബിൾ. പിന്നെ ഇതിലൊരു ലൗഡ്നെസ്സിൻ്റെ സ്വിച്ച് ഉണ്ട്. അതാണ് ഈ ഫ്രണ്ടിൽ ടോഗിൾ സ്വിച്ചായിട്ട് കൊടുത്തിട്ടുള്ളത്. അടുത്തത് ഇതിൻ്റെ ആംപ്ലിഫയർ സൈഡാണ്. 200 വാട്ട്സ് ഇടുന്ന ആംപ്ലിഫയർ ബോർഡാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ഇറക്കിയത് വിൻടെക്കാണ്. IR150 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് മോസ്ഫെറ്റ്. ഈ കാണുന്നതിൻ്റെ LED വ്യൂ മീറ്ററിൻ്റെ ഡ്രൈവർ ബോർഡാണ്. 2281 IC ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വ്യൂ മീറ്ററിൻ്റെ ഡ്രൈവർ ബോർഡാണ്. അതേപോലെ തന്നെ ഈ കാണുന്നതിൻ്റെ അനലോഗ് വ്യൂ മീറ്ററാണ്. 4 ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചാണ് ഇത് വ്യൂ മീറ്റർ ചെയ്തിട്ടുള്ളത്. ഇത് രണ്ടും PCBയിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്കിതെല്ലാം ഒന്ന് ഡിസ്കണക്ട് ചെയ്യണം. എല്ലാം ഡിസ്കണക്ട് ചെയ്തിട്ട് എല്ലാത്തിൻ്റെ കേബിൾ ചേഞ്ച് ചെയ്യണം. മൊത്തം ഒന്ന് റീവയർ ചെയ്ത് എടുക്കാം.
ആംപ്ലിഫയറിൻ്റെ വയറിങ് ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലൊരു സ്പീക്കർ പ്രൊട്ടക്ഷൻ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വയറിങ് കംപ്ലീറ്റ് ആകും. ഇതിലുപയോഗിച്ചിട്ടുള്ള ഈ പ്രീ ആംപ്ലിഫയർ ഒരു ഗെയിൻ ബോർഡായിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ ടെസ്റ്റ് നോക്കാം.